ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്കൻ സന്ദർശനത്തിനിടെ ഇന്ത്യക്കെതിരായ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച് വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. സംവരണത്തെക്കുറിച്ച് ഉൾപ്പെടെ രാഹുൽ നടത്തിയ പ്രസ്താവനകൾ NDA ആയുധമാക്കിയിട്ടുണ്ട്. ഇതിനിടെ രാഹുലിന്റെ പ്രസ്താവനകളെ വിമർശിച്ച് അമേരിക്കൻ പത്രം രംഗത്തെത്തി എന്ന രീതിയിൽ ഒരു ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. രാഹുൽ ഇന്ത്യക്കാരനാണോ പാകിസ്ഥാനിയാണോ എന്ന ചോദ്യവുമായി അമേരിക്കൻ പത്രം എന്ന രീതിയിലാണ് ഈ ചിത്രം പ്രചരിക്കുന്നത്. എന്നാൽ പ്രചാരത്തിലുള്ള ചിത്രം അമേരിക്കൻ പത്രത്തിൻ്റെതല്ലെന്ന് വിവിധ മാധ്യമങ്ങൾ കണ്ടെത്തി. ഹിന്ദി പത്ര കട്ടിങ്ങിന്റെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ചിത്രമാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. വൈറൽ പത്ര കട്ടിങ്ങിൽ എഴുതിയ തലക്കെട്ടുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷ് കീവേഡുകൾ ഉപയോഗിച്ച് തിരഞ്ഞപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളിൽ ഇത്തരം വാർത്തകളൊന്നും വന്നതായി കണ്ടെത്താനായിട്ടില്ല. ഈ ചിത്രത്തിൽ മെയ് 31 എന്ന തീയതിയുണ്ട്. വാർത്തയിൽ രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ പര്യടനത്തെക്കുറിച്ച് വിമർശിക്കുന്നുമുണ്ട്. എന്നാൽ 2024 മെയ് 31 രാഹുൽ ഗാന്ധി അമേരിക്കയിലില്ലായിരുന്നു. ആ സമയത്ത് ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു എന്നും പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2023 മെയ് 31 രാഹുൽ ഗാന്ധി 10 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെത്തിയത്. ഇതിൽ നിന്നും പത്രക്കട്ടിങ്ങിൽ 2023 വ്യക്തമാണെന്ന് സാധിക്കും. സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ വൈറലായ ചിത്രത്തിലെ ഇംഗ്ലീഷ് ഫോണ്ടിൽ ചില അപാധകളുണ്ടതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇതിൽ ചില വാക്കുകളുടെ ഫോണ്ടുകൾ വലുതാണ്. തൊട്ടടുത്ത വാർത്തയുടെ തലക്കെട്ടിന്റെ ചെറിയൊരു ഭാഗവും ചിത്രത്തിൽ കാണാം. ഇത് ഹിന്ദി അക്ഷരമാണെന്ന സംശയവുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദി കീവേഡുകൾ ഉപയോഗിച്ച് തിരഞ്ഞപ്പോൾ 2023 ജൂലൈ 8 പ്രകാശ് അശോക് എന്ന എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച ഹിന്ദി വാർത്തയുടെ കട്ടിംഗ് ലഭ്യമായി. ഇതിൽ നിന്നും ഹിന്ദി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച വാർത്തയെ വിവർത്തനം ചെയ്ത് അമേരിക്കൻ പത്രമാണെന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണെന്ന് വ്യക്തമായി. ഈ ഹിന്ദി വാർത്ത ഗൂഗിൾ ലെൻസിലൂടെ വിവർത്തനം ചെയ്ത് നോക്കിയപ്പോൾ വൈറൽ ചിത്രത്തിന് സമാനമായ വാക്കുകൾ തന്നെയാണ് ഉള്ളതെന്നും വ്യക്തമാണ്. സാൻ ഫ്രാൻസിസ്കോയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് മെയ് 31 പ്രസിദ്ധീകരിച്ച വാർത്ത കട്ടിങ്ങിൽ പരാമർശിച്ചിട്ടുണ്ട്. വൈറലായ പത്ര റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏത് ഹിന്ദി പത്രത്തിന്റെ കട്ടിങ്ങാണ് തെറ്റായ രീതിയിൽ പ്രചരിച്ചതെന്ന് കണ്ടെത്താനായിട്ടില്ല. തലക്കെട്ടിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളെ ഭ്രാന്തൻ, അസംബന്ധം എന്ന രീതിയിലുള്ള വാക്കുപയോഗിച്ചാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഇത്തരമൊരു ഭാഷ മുഖ്യധാര പത്രങ്ങൾ ഉപയോഗിക്കാറില്ല. ലഭ്യമായ വിവരങ്ങളിൽ നിന്നും രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനാണോ എന്ന ചോദ്യം ഉന്നയിച്ച അമേരിക്കൻ പത്രം എന്ന രീതിയിൽ പ്രചരിക്കുന്നത് 2023 ഒരു ഹിന്ദി പത്രം കട്ടിങ്ങിലെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതിന്റെ ചിത്രമാണെന്ന് വ്യക്തമായി. ഇത് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ നിരവധി ആളുകളാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ എന്തിനാണ് ഇത്രത്തോളമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ല. ഒരുപക്ഷെ ഭരണപക്ഷം രാഹുൽ ഗാന്ധിയെ അത്രത്തോളം ഭയപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റ് ആളുകൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കുന്നുണ്ടോ, വ്യക്തമാകുന്നില്ല. എന്തൊക്കെയാണെങ്കിലും രാഹുൽ ഗാന്ധി ഇപ്പോൾ ജനഹൃദയങ്ങളിൽ നേതാവായി തന്നെ കഴിയുകയാണ്. അദ്ദേഹത്തെ വിമർശിക്കുന്നവർ അത് വ്യക്തമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.